ഇന്ന് കാണുന്ന പോർച്ചുഗൽ ആയിരുന്നില്ല അത്. യുസേബിയോയും ഫിഗോയും ഒക്കെ പന്ത് തട്ടി കളിച്ചിട്ടും ഒറ്റ കിരീടവും നേടാനാകാതെ തലകുനിച്ചു മടങ്ങിയ പോർച്ചുഗീസ് പട ഒടുക്കം ആ ജനതയുടെ പ്രതീക്ഷകളും വഹിച്ച് അയാൾ ബൂട്ട് കെട്ടിയിറങ്ങുന്നു. ആളും മരമങ്ങളുമില്ലാത്ത ആ സാമ്രാജ്യം ഏത് പോരാട്ടത്തിനും കൽപ്പുള്ളൊരു ശക്തിയായി തലയെടുപ്പോടെ നിൽക്കുന്നതും അങ്ങനെയാണ്. പോർച്ചുഗൽ നേടിയ 3 അന്താരാഷ്ട്ര കിരീടത്തിലും ആ 7ാം നമ്പറുകാരന്റെ പേര് നക്ഷത്രം പോലെ തിളങ്ങി നിൽപ്പുണ്ട്. ഒരു സ്വപ്നം മാത്രമാണ് ബാക്കി, പോർച്ചുഗലിനായി ഒരു ലോക കിരീടം. ക്രിസ്ത്യാനോ റൊണാൾഡോ നെഞ്ചും വിരിച്ച് ഇറങ്ങുകയാണ്. ക്രിസ്ത്യാനോ മാത്രമല്ല, യൂറോപ്പിന്റെ കളിത്തട്ടിൽ പാറ്റിത്തെളിഞ്ഞ മുഖങ്ങൾ ഒരുപാടുണ്ട് ഇക്കുറി റോബർട്ടോ മാർട്ടിനസിന്റെ സംഘത്തിൽ. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, റൂബൻ നെവസ്, ഗോൺസാലോ റോമോസ് തുടങ്ങി സൂപ്പർ താരങ്ങളുടെ പട തന്നെ ലോകവേദിയിൽ പോർച്ചുഗീസ് നിരക്കായി പന്ത് തൊട്ടും. ആ യുദ്ധത്തിൽ ഒപ്പം ചേരാൻ ഡിയോഗോ ജോട്ട ഇല്ലെന്ന യാഥാർത്ഥ്യം ആ ജനതയ്ക്ക് ഇപ്പോഴും പൂർണ്ണമായി ഉൾക്കൊള്ളാനായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ജോട്ടക്കായി കൂടി അവർക്ക് ആ കിരീടം നേടിയേ മതിയാകും. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ലെന്ന് ക്രിസ്ത്യാനോയും തിരിച്ചറിഞ്ഞു കാണണം. കാൽപന്ത് ലോകത്തെ കീഴടക്കിയ ഒട്ടേറെ ഇതിഹാസങ്ങൾ പോർച്ചുഗലിനായി മൈതാനത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ആ രാജ്യത്തിന് ഒരു കിരീടം സമ്മാനിക്കാൻ ക്രിസ്ത്യാനോ തന്നെ വരേണ്ടി വന്നു. അയാൾ ബൂട്ട് കെട്ടി ഇറങ്ങി തുടങ്ങിയത് മുതലാണ് പോർച്ചുഗലിന്റെ തലവര മാറുന്നത്. ഒരർത്ഥത്തിൽ പോർച്ചുഗലിന്റെ ചരിത്രത്തെ ഇങ്ങനെ അടയാളപ്പെടുത്താം: ക്രിസ്ത്യാനോയ്ക്ക് മുൻപും ശേഷവും. യൂറോ കപ്പും നേഷൻസ് ലീഗും നേടിയെങ്കിലും വിശ്വവേദിയിലെ ആ സ്വപ്ന കിരീടം മാത്രം അവർക്ക് നാളിതുവരെ സ്വന്തമാക്കാനായിട്ടില്ല. ലൂയിസ് ഫിഗോയുടെ അവസാന ലോകകപ്പായ 2006 കിരീടത്തിന് തൊട്ടരികിലെത്തിയിരുന്നു പോർച്ചുഗൽ. ആ സംഘത്തിൽ ക്രിസ്ത്യാനോയും ഉണ്ടായിരുന്നു. ലോകകപ്പിൽ കുതിപ്പ് നടത്തിയെങ്കിലും പോർച്ചുഗലിന് സെമി കടക്കാനായില്ല. പിന്നീടുള്ള ലോകകപ്പ് പ്രകടനങ്ങൾ ആരാധകർ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല. 2010 പ്രീ ക്വാർട്ടറിലും 2014 ഗ്രൂപ്പ് സ്റ്റേജിലും പുറത്തായി. 2018 സ്പെയിനിനെതിരായ റോണോയുടെ ഹാട്രിക് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ ടീമിന് പ്രീ ക്വാർട്ടർ കടക്കാനായില്ല. 4 വർഷങ്ങൾക്കിപ്പുറം ഖത്തറിൽ മൊറോക്കോയുടെ തോറ്റ് ക്വാർട്ടറിലും പുറത്തായി. ഇക്കുറി കപ്പടിക്കാൻ ഉറച്ചാണ് വരവ്. ക്രിസ്ത്യാനോയെ കൂടാതെ റാഫേലിയോയും ഗോൺസാലോ റാമോസും എതിരാളികളുടെ പ്രതിരോധ കോട്ട വളർത്താനെത്തുന്നുണ്ട്. അൽ നസറിൽ ക്രിസ്ത്യാനോയുടെ സഹതാരമായ ജാവോ ഫിലിക്സും ടീമിലുണ്ട്. ട്രിൻഗൌ, ഫ്രാൻസിസ്കോ കോൺസെയ്സാവോ, പെഡ്രോ നെറ്റോ, ഗോൺസാലോ ഗൈഡസ് എന്നിവരാണ് മുന്നേറ്റ നിരയിലെ മറ്റ് കരുത്തർ. അതിശക്തമായ മധ്യനിരയാണ് പോർച്ചുഗലിന്റെ കരുത്ത്. റൂബൻ നെവസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ എന്നിങ്ങനെ മൈതാനം അടക്കി ഭരിക്കാൻ കെൽപ്പുള്ളവരുണ്ട് മാർട്ടിനസിന്റെ സംഘത്തിൽ. സാമുവൽ കോസ്റ്റ, വിറ്റിന്ന, ജാവോ നെവസ് എന്നിവരാണ് മറ്റ് മിഡ്ഫീൽഡർമാർ. ഡിയോഗോ ഡാലോട്ട്, ജാവോ കാൻസെലോ, ന്യൂനോ മെൻഡസ് എന്നിവർ പ്രതിരോധിക്കാനും വിങ്ങുകളിലൂടെ ആക്രമിച്ചു കളിക്കാനും മിടുക്കരാണ്. മാത്യൂസ് ന്യൂനസ്, നെൽസൺ സെമഡോ, ഗോൺസാലോ ഇനാഷ്യോ, റെനാറ്റോ വെയ്ഗ, റൂബൻ ഡയസ്, തോമസ് സരാഹോ എന്നിവരും പ്രതിരോധ നിരയ്ക്ക് കരുത്തു പകരും. ഡിയാഗോ കോസ്റ്റ, റൂയിസ് സിൽവ, ഹൊസേസ, റിക്കാർഡോ വെൽഹോ എന്നിവരാണ് ഗോൾ കീപ്പർമാർ. ലോകകപ്പിൽ ഗ്രൂപ്പ് കെയിലാണ് പോർച്ചുഗൽ. കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ടീമുകളാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. ജൂൺ 17 കോങ്കോയ്ക്കെതിരെയാണ് ആദ്യ മത്സരം. ലോകകപ്പോടെ കരിയറിന് വിരാമമിടാമെന്ന പ്രതീക്ഷയോടെയാണ് റോണോ ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുന്നത്. ഇനി വിശ്വവേദിയിൽ അങ്ങനെ ഒരു വരവുണ്ടാകാനിടയില്ല. ഇത് 6ാം വരവാണ്. മടക്കം കിരീടത്തോടെ തന്നെയാകുന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.